തിരുവനന്തപുരത്ത് വൻ കവർച്ച. മണക്കാട് പട്ടാപ്പകൽ വീട് കയറി വയോധികയുടെ 7.5 പവൻ കവർന്നു. ഫ്ളാറ്റിലെത്തി മോഷണം നടത്തിയത് സ്ത്രീകൾ അടങ്ങുന്ന സംഘം. നഗരസഭാ ജീവനക്കാർ ചവഞ്ഞാണ് മോഷണം. 4 അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ മോഷണ പരമ്പരകൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരം നഗരത്തിലെ മുക്കോലക്കൽ ക്ഷേത്രത്തിന് സമീപം പട്ടാപ്പകൽ വയോധികയെ ആക്രമിച്ചുകൊണ്ട് സ്വർണം കവർന്നിരിക്കുകയാണ്. 7.5 പവനിന് മുകളിലുള്ള സ്വർണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നഗരസഭാ ജീവനക്കാരെന്ന വ്യാജേന എത്തിയ മോഷണ സംഘത്തിൽപ്പെട്ടവർ അതിക്രമിക്കുകയും ഒപ്പം തന്നെ വയോധികയെ ആക്രമിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മോഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമ്മോടൊപ്പം മോഷണം മുതൽ സ്വർണം നഷ്ടപ്പെട്ട ചന്ദ്രയുടെ മകൻ വിഷ്ണു ചേരുകയാണ്. ആ നടുക്കത്തിൽ നിന്ന് കുടുംബം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ചന്ദ്ര മാനസികമായിട്ട് ആ ഒരു ആഘാതത്തിലാണ് ഇപ്പോഴും. നമുക്ക് അവരുടെ മകനോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയാം. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കടന്നു പോകുന്നതെന്നറിയാം. എന്തായിരുന്നു ഇന്നലെ നടന്നത്? ഇന്നലെ ഒരു 10:45 എനിക്ക് ഫോൺ വരണത്. 10:40 സമയത്തിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും വന്ന് ബെല്ലടിക്കുകയായിരുന്നു. ആ സമയത്ത് അമ്മ പൊതുവേ അപരിചിതന്മാർ വന്നാലും വാതിൽ തുറക്കാറില്ല. ഇന്നലെ ആ സ്ത്രീ വന്നതുകൊണ്ട്, അതായത് ഒരു ID കാർഡും ഇട്ടിട്ട് ഒരു നഗരസഭയിൽ നിന്നാണ് അല്ലെങ്കിൽ കോർപ്പറേഷൻ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ID കാർഡൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അമ്മ അവർ വാതിൽ തുറന്ന് ചോദിച്ചാൽ എന്താ വേണ്ടത്. അപ്പോഴാണ് പറഞ്ഞത് വേസ്റ്റൊക്കെ എവിടെ നിങ്ങൾ കളയണേന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ വാടകയ്ക്കുള്ളവരാണ്, ഇവിടെ ഓണർക്കാണ് കൊടുക്കണത്, അപ്പോൾ ഓണറിൻ്റെ നമ്പർ തരുമെന്ന് പറഞ്ഞു. അപ്പോഴും അമ്മ വാതിൽ കുറ്റിയിട്ടിട്ടാണ് മൊബൈൽ എടുക്കാൻ പോയത്. മൊബൈൽ എടുത്തിട്ട് ഓണറിൻ്റെ നമ്പർ എടുത്തിട്ട് ജസ്റ്റ് കുറ്റി തുറന്ന് അവരടുത്ത് ചെറുതായിട്ട് തുറന്ന് പറയുമ്പോൾ ഇവരെ ഈ പറയണതും ഇവരെ തട്ടി മാറ്റി ഏതോ 2 പേര് താഴേന്ന് 2 പേര് കയറി വന്ന് ഉള്ളിൽ കയറി ആക്രമിച്ച് അമ്മയുടെ ഇവിടെയൊക്കെ അടിച്ച് മറ്റേ വള ഊരിയെടുക്കുമ്പോൾ അവർ എത്രത്തോളം അത് ചെയ്തിട്ടുണ്ടാവും നമുക്കറിയാം. കാരണം വളയൊക്കെ അമ്മയുടെ കയ്യിൽ ടൈറ്റായിരിക്കുമായിരുന്നു വള. ആ 2 പേര് ആക്രമിച്ച് വള ഇങ്ങനെ തട്ടിയെടുത്ത് ഇവിടെ അടിച്ച് അമ്മയുടെ മാല ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാലയും അവർ ബലം പിടിച്ച് ഊരി അമ്മയെ ആ ബെഡ്റൂമിലേക്ക് തള്ളിയിട്ടിട്ട് അവർ കടന്നുപോയി. ആ 2 പേരാണ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് വളയും ഇതൊക്കെ എടുക്കാൻ അവർ അത്രത്തോളം ആക്രമണം. അത് കാണുമ്പോൾ എനിക്കത് അമ്മയ്ക്ക് അവരത്രയും ഇവിടെയൊക്കെ അത്രയും നന്നായിട്ട് അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ചെയ്തിരിക്കണത്. അപ്പോഴത്തേക്കും അമ്മ ഒച്ചയും മകളും കൂട്ടി പിന്നെ ഇവരൊക്കെ വന്നു, നാട്ടുകാരൊക്കെ വന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് പോയിരിക്കുമായിരുന്നു. അപ്പോഴാണ് എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ അവിടെ വന്നപ്പോൾ പോലീസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പോലീസെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ CCTV ഒക്കെ എടുത്തിട്ട് പോയി. ഫ്ലാറ്റിന് CCTV ഇല്ല, അമ്പലത്തിൻ്റെ അടുത്തൊരു CCTV കിട്ടിയിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്തു. ആ 4 പേര് തന്നെയാണ് നമുക്ക് ഉറപ്പായിരുന്നു വന്നത്. കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പോലീസ് നോക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്? അമ്മയുടെ ഇട്ടിരുന്ന മാല, മൊത്തം 6 വളകളും നഷ്ടമായിട്ടുണ്ട്. ഈ 2 പേര് എന്താ ഇത്രയും പറയാമെന്ന് വെച്ചാൽ, ആ 2 ആക്രമിച്ച് കയറിയവർ 3 ദിവസം മുമ്പ് ചൊവ്വാഴ്ചയും ഇതേമാതിരി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ വീട് തുറന്നില്ല. കാരണം ഈ 2 ആണുങ്ങളാണല്ലോ വന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ വീട് തുറന്നില്ല. അവർ തന്നെയാണ് ഇന്നലെ ഇവരും വന്ന് അതിൻ്റെ ബാക്കിൽ വന്ന് കയറി ചെയ്തതെന്ന് അമ്മയ്ക്ക് അത്ര ഉറപ്പാണ്. കാരണം അവർ തന്നെയാണ് ഇന്നലെയും വന്നത്, ആ ചൊവ്വാഴ്ച വന്നവർ തന്നെ. എനിക്ക് ഇതിൽ നിന്ന് അമ്മ ഇപ്പോഴും, കാരണം അമ്മയ്ക്ക് 65 വയസ്സായി. അമ്മ ആ അടിച്ചതിൻ്റെയും ഇപ്പം നമ്മളെപ്പോഴും അത് ആലോചിക്കുമ്പോൾ രാത്രി ഇന്നലെ കിടക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് അത് പറയാൻ മാത്രമേ എന്നോടേ ഉള്ളൂ. അവർ കയറി വന്നതും ഇത് പറയണതും അമ്മയെ ഇത് ചെയ്തതും അതൊക്കെയാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. എത്ര പവൻ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത്? അതാണ്, അതായത് നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം 10 പവനോളം വരുന്നുണ്ട് സ്വർണം നഷ്ടമായിട്ടുണ്ട് ഏകദേശം. തീർച്ചയായും ആ ഒരു മാനസികമായിട്ടുള്ള ആഘാതത്തിൽ തന്നെയാണ് ഈ ഒരു കുടുംബം. അമ്മയും മകനുമാണ് ഇവിടെ താമസിക്കുന്നവർ. പാലക്കാട് സ്വദേശികളാണ്, തൃശ്ശൂർ സ്വദേശികളാണ്. 4 വർഷത്തോളമായി അവർ ഇവിടെ താമസിക്കുന്നു. ശിവം റെസിഡൻസിയിലാണ്. ആ ശിവം റെസിഡൻസിയിലെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലെ ഈ 5ാമത്തെ അപ്പാർട്ട്മെൻറ്റിലാണ് ഇവർ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം പകൽ സമയത്താണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നഗരസഭാ ജീവനക്കാരെന്ന വ്യാജേന എത്തുകയും ഒരു വ്യാജ ID കാർഡ് ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ ആദ്യം റോഡിൽ ഈ ഒരു ഡോറിൽ കൊട്ടുകയും തുടർന്ന്
തുടർന്ന് വേസ്റ്റ് എടുക്കാനുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞാണ് വീടിനകത്തേക്ക് ആക്രമിച്ചുകൊണ്ട് കയറിയത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് മറ്റുള്ളവർ ഇവിടെ താമസിക്കുന്ന മറ്റ് താമസക്കാർ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് ഇവിടെ എത്തുകയും ചെയ്ത് നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തെ ക്ഷേത്രത്തിലെ മുക്കോലക്കൽ ക്ഷേത്രത്തിലെ CC ക്യാമറകളിൽ നിന്ന് ഈ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 4 പ്രതികൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു പ്രതി കൂടി ഉണ്ട് എന്നുള്ളൊരു സംശയത്തിലാണ് പോലീസ്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വൈകിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ സംബന്ധിക്കുന്ന വിവരങ്ങളും മോഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ഫോട്ടോ പോലീസ് കൃത്യമായി അറിയിക്കുമെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കുടുംബത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട്. ഈ അമ്മയ്ക്ക് ഉണ്ടായ മാനസിക ആഘാതവും ഒപ്പം തന്നെ അവർക്ക് നഷ്ടപ്പെട്ട സ്വർണവും തിരികെ ലഭിക്കേണ്ടതാണ്.